കണ്ണിന് ഓപ്പറേഷൻ നൽകി ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ നേത്രപഠനം കിട്ടിക്കഴിഞ്ഞാൽ കാഴ്ച കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ഒട്ടേറെ പേർ ഇന്ന് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നുണ്ട്. ഇവർക്ക് ആവശ്യമുള്ള കണ്ണുകളെ യഥാസമയത്ത് ലഭ്യമാക്കാൻ കണ്ണുകൾ ഒന്നാം ഘട്ടത്തിൽ നേത്രദാനം എന്ന ഒരാശയം മുന്നോട്ട് വെച്ചപ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യം കഴിഞ്ഞ വർഷം പുഞ്ചിരിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് വെച്ചിരുന്നത്. അവയവദാനം അതുപോലെ നേത്രദാനം രണ്ട് വേർതിരിച്ച് പറയാൻ പറ്റുന്ന കാണുന്നില്ല. ഇതിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇത് പൂരിപ്പിച്ച് വാങ്ങുന്ന സംഘടനകൾക്കാണ്. ഒരാളുടെ നേതൃത്വം നൽകാൻ വേണ്ടി ആത്മഹത്യ ചെയ്ത ഒരാളാണ് വിചാരിക്കുക അവന്റെ സംശയം എന്താണ്? പിന്നെ പ്രായമായ ആളുകളാണ്, 56 കഴിഞ്ഞ ആളുകൾ മേലേക്ക് പോയ ആളുകളാണ്, 80 വയസ്സുള്ള ആൾക്കാരുടെ പ്രായമായ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയും. അതിന് കാഴ്ചയുണ്ടാവും. വിവിധ സബ് ജില്ലകളിൽ നിന്ന് 15 സബ് ജില്ലകളിൽ നിന്ന് ജില്ലാ കമ്മിറ്റികളിൽ നിന്നായി ശേഖരിച്ച് മലപ്പുറത്തൊരു വലിയ പ്രോഗ്രാമായി അത് സംഭവത്തിൽ ജനങ്ങൾക്കിടയിലുള്ളത് കൊണ്ടാണ് കൂടുതലായിട്ടും നേത്രദാനം പ്രാവർത്തികമാകാത്തത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഏകദേശം 1.3 മില്യൺ ആളുകൾ നേത്രപഠന അന്ധത ബാധിച്ച പക്ഷെ എങ്കിലും നമ്മൾ ഏറ്റെടുത്ത ഒരു പ്രവർത്തനം അത് വിജയിപ്പിക്കുക, അതാണ് എൻ്റെ ഒരു ദൗത്യം. അല്ലെങ്കിൽ ആരും ഒറ്റയ്ക്ക് ഒരു ലേഡി ആവുമ്പോൾ നേത്രപഠനത്തിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 70 വർഷമായിട്ടാണ്. പക്ഷെ ചോദിക്കുന്നത് 65 വയസ്സുള്ള ഒരാള് കണ്ടുകൊടുക്കും. കോമിയാണ്. നമ്മുടെ തിമിരം വന്നാല് തിമിരം ലെൻസിനെ ബാധിക്കാം. കാഴ്ചയുടെ ഭാഗം പറഞ്ഞാൽ കോമി, അതായത് നമ്മൾ 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ 100 കണക്കിന് മരണങ്ങൾ സംഭവിക്കുന്നതായില്ല. അപ്പൊ ഈ ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ ഈ ഒരു ടീമിന് ഓടിയെത്താൻ സാധിക്കുമോ? എല്ലാ തരത്തിലും അത് ഷോർട്ട് സൈറ്റ് വെക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് നമ്മൾ പിന്നെ റീചെക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ വെക്കുന്നതിനനുസരിച്ച് വേറെ പ്രൊസീജിയറും വരും. നേത്രദാന പ്രതിജ്ഞ. മരണശേഷം ശരീരത്തോടൊപ്പം നശിക്കുന്ന കണ്ണുകൾ നേത്രപാടിന് അന്ധത ബാധിച്ചവർക്ക് കാഴ്ച ലഭിക്കാനായി